ഹലോ ഗൈസ്, ഞങ്ങളിങ്ങനെ ഞായറാഴ്ച പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ് കേട്ടോ. പള്ളിയാണ് കേട്ടോ ഈ കാണുന്നത്. പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് മടങ്ങണ സമയമാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ വന്ന പള്ളി. അവിടെ കുറച്ച് ഡെക്കറേഷനും സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തിൻ്റെയാണെന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ കാറിടാനൊക്കെ സൗകര്യമുണ്ട്. ഞങ്ങൾ മാത്രമേ ഇപ്പോൾ തൽക്കാലം ഇവിടെ കാറിട്ടിട്ടുള്ളൂ. വേറെ ആൾക്കാരൊക്കെ വന്നു പോയിട്ടുണ്ടാവാം. അപ്പോൾ ഞങ്ങളങ്ങനെ പള്ളിയിൽ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് കാറിട്ട സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. അവിടെ സ്കൂൾ ബസ്സൊക്കെ കിടപ്പുണ്ട്. അവിടെ ഒരു ഗ്യാരേജ് പോലെ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ബസ് എടുക്കുന്നത്. അങ്ങനെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സമാധാനത്തോടെ കാറിൽ കയറിയിരുന്നു. അങ്ങനെ കാറ് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ പള്ളിയുടെ മുമ്പിൽ കൂടെ അങ്ങനെ പോകുമ്പോഴാണ് അച്ഛൻ പറയുന്നത് ജസ്റ്റ് ഒരു റൈഡിന് പോയാലോ എന്ന്. നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയ നേരെ ചെറിയൊരു റൈഡിന് പോവാട്ടോ. വേറെ വഴിയാണേ പോണേ. വന്ന വഴി നേരെ കണ്ടതാണ്. ഇത് സൈഡിൽ കണ്ട വഴി കൂടെ ഞങ്ങൾ അങ്ങനെ ലൈറ്റിങ്ങും ആ ഡിസൈനിങ്ങും മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് മുമ്പോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ നല്ല ഡിസൈനിങ് ലൈറ്റൊക്കെ വെച്ച് വ്യൂ ആയിരുന്നു. അത് തന്നെ ഒരു സൂപ്പർ എൻജോയ്മെൻ്റ് ആയിരുന്നു. പിന്നെ ഒരു കുഞ്ഞ് പള്ളിയും കണ്ടിട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ പോവുകയാണ്. അച്ചുകുട്ട ഫ്രണ്ട് സീറ്റിൽ എഴുന്നേച്ചിട്ടുണ്ട്. അവനെ കാണാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവന് എൻജോയ്മെൻ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് അവനവിടെ നിന്നാണ് ആസ്വദിക്കുന്നത്. അങ്ങനെ പോകുന്ന വഴി കുറേ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കണ്ടു. കുഞ്ഞു കുഞ്ഞു ഫ്ലാറ്റുകൾ, അങ്ങനെ കുറേ സംഭവങ്ങളെല്ലാം കണ്ട് നല്ല രസമുള്ള വ്യൂ ഒക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അച്ചുകുട്ടനാണെങ്കിൽ നല്ല എൻജോയ്മെൻ്റ് അവിടെ ചെയ്യുന്നുണ്ട്. അവിടെ ഒന്ന് കുറേ കുണുകുണാ വർത്താനങ്ങളൊക്കെ പറയുന്നുണ്ട്. വണ്ടി അങ്ങനെ ഓടിക്കുക ഇങ്ങനെ ഓടിക്കുക എന്നൊക്കെ പറയുന്നത് അച്ഛനെ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിലാണ് കേട്ടോ അവിടെ കിടന്ന് പറയുന്നത്. അവൻ്റെ കുറേ കോമഡി വർത്താനം കേട്ട് ഞാനും അമ്മയുടെ ബാക്കിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ പോകുന്ന വഴി കുറേ കടകളെല്ലാം കണ്ടു. അപ്പോഴാണ് വീടെന്തായാലും എത്താറായില്ലേ, ഒരു കടയിലെങ്കിലും കയറണ്ടേന്ന് അമ്മ പറഞ്ഞത്. അങ്ങനെ എന്തായാലും വീടിനടുത്തൊരു കടയുണ്ട്, തിരുവാണിയൂർ. അവിടെ ഞങ്ങൾ അങ്ങനെ നിർത്തി സാധനങ്ങളൊക്കെ മേടിച്ചിട്ടു. ഇതൊരു കൊച്ചു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുന്നു. അതല്ല, ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. മാത്രമല്ല, നമ്മുടെ അച്ചുകുണ്ണി ഇവിടെ ഇരിക്കല്ലേ, നീ കണ്ടില്ല എന്ന് വേണ്ട. ബൈ.